രഞ്ജിനി കൊച്ചിയിലെ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് 7 മണിക്ക് ചർച്ചയ്ക്ക് വരണ്ടായിരുന്നു, പക്ഷെ വൈകിപ്പോയി. രഞ്ജിനി, ഈ ഒരു സുപ്രഭാതത്തിൽ CPM വേട്ടപ്പട്ടികൾക്കും BJP തെമ്മാടികൾക്കും ചുമ്മാ വെട്ടി കീറാൻ ഇട്ടുകൊടുക്കില്ല രാഹുലിനെ എന്നായിരുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി ഞാൻ കണ്ടത്. ഇപ്പോൾ എന്താണ് നിലപാട്? പരാതിയുണ്ട്, അതിനുള്ള മറുവാദമായി രാഹുൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വളരെ പെട്ടെന്ന് രാഹുൽ രഞ്ജിനിയുടെ നിലപാട് എന്താണ്? ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ഈ ഒരു രാഷ്ട്രീയപരമായി ഉന്നത നിലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഒരു സ്ത്രീ വിഷയം കൊണ്ടിടുമ്പോഴത്തേക്ക് മറ്റ് എതിർകക്ഷികളെ മാനസികമായും അവരുടെ പൊളിറ്റിക്കലി ഉള്ള എല്ലാ കാര്യങ്ങളും തകർക്കാൻ വേണ്ടി നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അത് പറയുന്നതിന് മുമ്പിട്ട് സത്യം പറഞ്ഞാൽ ഈ ചാനലിൽ വന്നിരിക്കുമ്പോൾ വളരെ സങ്കടകരമാണ് തോന്നുന്നത്. കാരണം ഈ ഒരു രാഹുലിൻ്റെ വിഷയം ആദ്യം തന്നെ ഈ ചാനലുകളിൽ വരുമ്പോൾ തന്നെ ഇവിടെ രാഹുലിൻ്റെ വിഷയമല്ല, ഇവിടെ പൊതുവായിട്ട് സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലാണ്. കാരണം രാഹുലിൻ്റെ നിലപാട് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഒരു രാഹുൽ എന്ന ഒരു ആൾ എവിടെയെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ രാഹുലിൻ്റെ ഒരു ഫോട്ടോയും തൊട്ടടുത്തായിട്ട് കുറേ പ്രഗ്നൻ്റ് ആയിട്ടുള്ള കുറേ സ്ത്രീകളുടെ ഫോട്ടോയും ഒക്കെയാണ് നമ്മൾ കുറേ 2-3 മാസം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൊതുസമൂഹവും ഈ ചാനൽ ചർച്ചകളും രാഷ്ട്രീയ എല്ലാവരും ഒരു സൈഡ് മാത്രം ചിന്തിക്കുന്നില്ല. സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ, എങ്ങനെയുള്ള പുരുഷനായാലും അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയുന്നു പല രീതിയിലും. എങ്ങനെയുള്ള ഒരാളായാലും നമ്മുടെ ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഈ കേരള സമൂഹത്തിലെ സ്ത്രീകൾ അവർക്ക് എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് സ്ത്രീകളെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരാതിയുണ്ട്, പരാതി കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ്. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നതിലല്ല. കാരണം ഇവിടെ സ്ത്രീകൾ ഒരു വിവാഹിതയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമായ മറ്റൊരു പുരുഷനോട് അവരുടെ വിഷയങ്ങൾ, ഞാൻ ഈ ചർച്ചകൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അവർക്ക് അവരുടെ ഭർത്താവിൽ നിന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, എനിക്ക് തോന്നുന്നു അധിക കാലമൊന്നും ആയിട്ടില്ല, കല്യാണം കഴിച്ചിട്ട് 1 വർഷത്തോളം ആയിട്ട് പോലും ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും ഒക്കെ നമ്മളൊരു കുടുംബത്തിൻ്റെ ഏറ്റവും നമ്മൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ ആളോട് ബന്ധപ്പെടുന്നു, അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കുന്നത് സെക്ഷൽ റിലേഷനിലേക്ക് സങ്കടങ്ങൾ പറഞ്ഞു തീർക്കുന്ന ഒരു കാര്യവും, അതിന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ സ്ത്രീകളടക്കം ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഇനിയും കുറ്റം ചെയ്യാൻ വേണ്ടി നമ്മുടെ നേതാക്കൾ അവർക്ക് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ആ വ്യക്തി കല്യാണം കഴിച്ചതാണ്, ഭർത്തൃമതിയാണ്, എന്നിട്ട് പോലും അവർ മറ്റൊരു പുരുഷനോട് അവരുടെ വിഷമങ്ങൾ കാരണം മറ്റൊരു പുരുഷനോട് അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നു, അവരോട് ബന്ധം പുതുക്കുന്നു. അതും സാധാരണ ഒരു വ്യക്തിയല്ല, പൊളിറ്റിക്കലിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ യുവ നേതാവ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അവരുടെ ആദർശവും ഈ ചാനൽ ചർച്ചകളിലൊക്കെ ആദ്യം കാണുന്ന അതേപോലെ ഒരു വ്യക്തിയോട് നമുക്ക് ഇഷ്ടം തോന്നുന്ന ആൾ. ഞാനും അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു പ്രവർത്തകനാണ്. പാർട്ടിക്ക് വേണ്ടി ഇതേപോലെ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് ഒരു യുവ നേതാവിനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നും. ആ ഒരു ഇഷ്ടം തന്നെ ആയിരിക്കണം. അതെ, അതാണ് ഇവിടെ ആ തരത്തിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഇഷ്ടം ഉണ്ടാകുന്ന പാർട്ടി പ്രവർത്തകർക്ക് പോലും മനോവേദന ഉണ്ടാകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ സംഭവിച്ചത്. രാഹുൽ, വളരെ പെട്ടെന്ന് ഒരു 30 സെക്കൻഡ്. ഒരു വരി എടുത്തൊരു കാര്യം, ഉമ്മൻചാണ്ടി സാറിന്റെ CD തപ്പിപ്പോയ ആൾക്കാരാണ് ഇപ്പം പലരും ഉമ്മൻചാണ്ടി സാറിന്റെ കേസ് പോലല്ല ഇതെന്ന് പറയുന്നത്. ഇനി കുറെ നാൾ കഴിയുമ്പം പറയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പോലല്ല, അടുത്ത ആളെ കൊടുക്കുമ്പം പറയും ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പോലല്ല, കുറച്ചുകൂടെ സീരിയസ് ആണ്. യഥാർത്ഥത്തിൽ ഒരു 2ാം ഉമ്മൻചാണ്ടിയായി രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റുകയാണ് ഇപ്പം പലരും ചെയ്യുന്നത്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുലിന് സപ്പോർട്ട്. കോൺഗ്രസിന് നടപടി എടുക്കാൻ പറ്റാത്തത് രാഹുലിന്റെ ആ ജനപിന്തുണ കണ്ടുകൊണ്ടാണ്. ഇല്ലെങ്കിൽ MLA സ്ഥാനത്തു നിന്ന് പുറത്താക്കാൻ നിൽക്കുകയായിരുന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും പോപ്പുലർ MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നത് ജനങ്ങൾക്ക് ഈ സത്യം മനസ്സിലാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പൊതുജനം കഴുതയല്ല എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഹുലിന് സപ്പോർട്ടും ജനപിന്തുണയും കൂടുന്നുണ്ടോ?
100% അല്ലേ? നിങ്ങളുടെ ചാനലിൽ ശ്രീജിത്ത്. അടക്കം വരുന്ന കമന്റുകൾ നോക്കിയാൽ മതി. ശ്രീജിത്ത്. ന്യൂസ് 18 എനിക്ക് വിശ്വാസമാണ്. വളരെ ന്യൂസ് പെട്ടെന്ന്. 18 അടക്കമുള്ള കമന്റുകൾ അല്ല നോക്കിയാൽ നോക്കൂ ഈ ചാനലിലെ ശ്രീ കാര്യം രാഹുൽ എന്താ അറിയാമോ? എല്ലാ വളരെ പെട്ടെന്ന്. ദിവസവും സമയമില്ല അവരുടെ രാഹുൽ ദയവായി. relationship രാഹുൽ ദയവായി. തെറ്റിപ്പോയതാണ്. ശ്രീ അവരുടെ രാഹുൽ. breakup ശ്രീ ഉണ്ടായതാണ്. രാഹുൽ. രാഹുൽ അല്ല അപ്പം, സോഷ്യൽ മീഡിയയിലെ ഒരു സപ്പോർട്ട് മിനിറ്റ് കാര്യങ്ങൾ നോക്കിയത് കൊണ്ട് ഒരു മിനിറ്റ് എനിക്ക് തരും, ഒരു മിനിറ്റ് കാര്യമുണ്ടെന്ന് എനിക്ക് എനിക്ക് തരുമോ? കാരണം തോന്നുന്നില്ല. വെച്ച് കാരണം നമ്മുടെ കഴിഞ്ഞാൽ നാട്ടിൽ എന്നോടല്ലേ അല്ല ചോദ്യം? പറയൂ ശ്രീജിത്ത് പറയൂ. സോഷ്യൽ മീഡിയയിലെ സപ്പോർട്ട് നോക്കിയത് കൊണ്ട് കാര്യമുണ്ട് എന്ന് ഞാൻ ഞാനൊരു കരുതുന്നില്ല. കാര്യം ഞാനൊന്ന് അത് പറഞ്ഞോട്ടെ ശ്രീ ഞാനൊന്ന് രാഹുൽ പറഞ്ഞോട്ടെ ഈശ്വർ അടുത്ത ഞാനൊന്ന് കാലത്ത് പറഞ്ഞോട്ടെ വിവാദമായിട്ടുള്ള പല പ്രസ്താവനകളും നടത്തിയിരുന്ന സമയത്തും അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടിയിരുന്നു. പക്ഷേ ആ വിഷയങ്ങളിലെല്ലാം അദ്ദേഹം സ്വീകരിച്ചിരുന്ന നിലപാടുകൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. മറ്റൊരാളിന്റെ വസ്ത്രധാരണം എന്താണ് എന്ന് നമ്മളാണോ തീരുമാനിക്കേണ്ടത്? അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിയമപരമായിട്ട് ഒരു വ്യക്തിക്കുള്ള അവകാശം, മൗലികാവകാശമായിട്ട് നമ്മുടെ ഭരണഘടന കൊടുക്കുന്ന വിഷയങ്ങളാണ്. ശരി. പക്ഷെ ആ സമയത്ത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് കരുതി അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന അർത്ഥമില്ല. അതിനുള്ള ഒരേ ഒരു അർത്ഥം ഭരണഘടന എന്താണ് ഒരു വ്യക്തിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്നതിനെ കുറിച്ച് അറിയാത്ത നിഷ്കളങ്കരായിട്ടുള്ളതോ നിരക്ഷര കുക്ഷികളോ ആയിട്ടുള്ള കുറേയധികം ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. രാഹുൽ ഈശ്വർ ഇത് രണ്ടുമല്ല. ശരി. രാഹുൽ ഈശ്വർ ഇത് ഭാസ്കർ, രണ്ടുമല്ല. വളരെ പെട്ടെന്ന് ജനപിന്തുണ സോഷ്യൽ മീഡിയയിലേക്ക് രാഹുലിന് കൂടുന്നുണ്ട് കേട്ടോ. ഭാസ്കർ. ഏക റിക്വസ്റ്റ്, ശബരിമല വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞാണ് നമ്മളെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത് മീഡിയക്കാര്. ശരി, പക്ഷെ ശരി. അവസാനം ഭാസ്കർ, നമ്മളാണ് ഭാസ്കർ. ജയിച്ചത്. രഞ്ജിത്ത്, ഇതിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഇതിന്റെ ചരിത്രത്തിൽ സമാനതകളില്ല. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരു 2 മിനിറ്റ് എനിക്ക് തരും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. രാഗരഞ്ജനിലേക്ക് വരാം. കാരണം ദയവായി ഭാസ്കർ 30 സെക്കൻഡ് വളരെ പെട്ടെന്ന്. ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമല്ല. പറയൂ രഞ്ജിത്ത്, ഇതിൽ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു വസ്തുതയാണ് ഇപ്പോൾ സംഭവിച്ചത്. അതില് ശ്രീ ഉമ്മൻചാണ്ടിയോട് ഈ വിഷയത്തെ ഉപമിക്കുകയും സോളാർ സമരവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സോളാർ വിഷയവുമായി ബന്ധപ്പെടുത്തി ഇതിനെ താരതമ്യം ചെയ്യേണ്ടതിന്റെ യാതൊരു ആവശ്യകതയില്ല. ആ അതിജീവിതയെ അതികഠിനമായി ആക്രമിക്കുന്നതിന് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിജീവിതയുടെ പേരടക്കം ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമിച്ചുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കരുത്. ഇത് അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ആ ഗുരുതര ആരോപണത്തെയാണ് ഇവിടെ ഏറ്റവും പരമപ്രധാനമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നത്. ആ ആരോപണത്തിൽ ഒരു MLA, ഒരു പൊതുപ്രവർത്തകൻ, അതിലുമേറെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആൾ, അദ്ദേഹം പുലർത്തേണ്ട രാഷ്ട്രീയ നൈതികതയുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ നൈതികതയാണ് നിയമപരമായിട്ടുള്ള പ്രശ്നം. ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീയുമായി ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി യാതൊരു തടസ്സമില്ല. പക്ഷേ അത് ചെയ്യുന്ന വ്യക്തി ഒരു രാഷ്ട്രീയ നേതാവും പൊതുപ്രവർത്തകനും MLA ആവുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരും. ആ ചോദ്യങ്ങളാണ് ഏറ്റവും സരിതയാണ് അതിജീവിത എന്ന് വിളിച്ചത്. കോടതി കേസ് തള്ളിയ CBI കൂടാനും ക്ഷമിക്കണം. നമുക്ക് സമയക്കുറവുണ്ട്. രാഗരഞ്ജനിയും ക്ഷമിക്കണം, കാരണം സമയക്കുറവുണ്ട്. നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. നന്ദി ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ശ്രീജിത്ത് പണിക്കർ, അഡ്വക്കേറ്റ് BN ഭാസ്കർ, രാഗരഞ്ജനി ഈ ചർച്ചയുടെ